നമസ്കാരം. നമ്മളെന്നുള്ളതേ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഭാഗത്താണുള്ളത്. നമ്മൾ 10 സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള 1517 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഒരു മമ്പൂരാണ്. കണ്ടംപററി ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ജൂൺ മാസം 2023 ഈ വീടിന്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ടുള്ളത്. റഷീദ സുലീന കമ്പനിയുടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഒപ്പം തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പ്ലാന് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് അവസാനം വരെ കാണുക. അത് കണ്ടതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ കോൾ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിർമ്മിച്ചിട്ടുള്ള കോൺട്രാക്ടറിൻ്റെ നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളൊന്ന് ആദ്യം ഓപ്പൺ ചെയ്യുക. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട് നിർമ്മിച്ചിട്ടുള്ള ആളാണ് നമ്മളൊപ്പം ഉള്ളത്. റിൻഷാദ്. നമസ്കാരം. അപ്പോൾ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ്? 1517 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂമാണ്. വീട് റിൻഷാദ് ഇപ്പോൾ നിർമ്മിച്ചിട്ട് എത്ര നാളായി? ഇതിപ്പോ 1 year ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോജക്ട്. അപ്പൊ റിൻഷാദിന്റെ കമ്പനിയുടെ പേര് വാൾമെന്റ് ഡിസൈൻ. എവിടെ പാലക്കാട്. എല്ലാ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടോ? അതൊക്കെ നിലവിൽ പാലക്കാട്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടില് നമ്മൾ കൊടുത്തിരിക്കുന്നത് വലിയ ടൈലാണ്. 5.4 സൈസ് വരുന്നത്. ഇതെന്താ ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ വിട്ടിരിക്കുന്നത്? ഈ ഒരു ഭാഗം ഇതിപ്പോ ഒരു പ്ലാനിൽ ഇവിടെ ഒരു ഫ്ലവർ വെക്കാനുള്ള പരിപാടിയായിരുന്നു. ഒരു പ്ലാന്റ് വീട് താമസമായെന്തെങ്കിലും, പക്ഷെ ഇന്റീരിയർ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഇന്റീരിയർ വേറൊരു സെക്ഷൻ ഉണ്ട് അല്ലേ? ആദ്യം നമ്മൾ മെയിൻ ഡോർ തന്നെ കാണിക്കാം. നമുക്ക് ഫസ്റ്റ് ഇതാണ് നമുക്ക് മെയിൻ ഡോർ വരുന്നത്. ഇത് ഫ്രെയിമും ഡോറും തേക്കിലാണ് ചെയ്തത്. ഇത് നാടൻ തേക്കാണോ അതോ വരവ് തേക്കാണോ? ഇങ്ങനെ നാടൻ തേക്ക് തന്നെ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ അല്ലേ? വലിയ ഓവർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള നല്ല മാറ്റ് ഫിനിഷ് ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഡോർ. അപ്പൊ നമുക്ക് അകത്തേക്ക് ലിവിംഗ് ആണ് വരുന്നില്ലേ? വലിയൊരു ലിവിംഗ്. ഇതിലൊക്കെ ഫ്ലോറിംഗൊക്കെ ടൈലൊക്കെ കൊടുത്തിരിക്കുന്നത് ആ ഒരു സൈസ് ടൈലാണ്. അതേ സൈസ് വർക്ക് ഈ ടൈലൊക്കെ എന്താ റേറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റിന്? ഇതൊരു 58 ആ റേഞ്ചിൽ. സെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു കോർട്ട്യാർഡാണ്. അതേപോലെ ഒരു പാർട്ടീഷൻ നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇതില് മറ്റേ ഇന്റീരിയർ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിൽ ടി വി യൂണിറ്റ് ഇതിലാണ് വരുന്നത്. പക്ഷെ തൽക്കാലം ഇന്റീരിയർ സെക്ഷൻ. പിന്നെ നമുക്ക് ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഇതൊരു 14 ഫീറ്റ്. അതേപോലെ അതിന്റെ വിട്ടും വരുന്നുണ്ട് ഒരു 10 ഫീറ്റിന് മേലെ. പിന്നെ അതില് സി ഷേപ്പ് സ്റ്റൈലും ഉണ്ട്. സി ഷേപ്പ് തന്നെയാണോ? അത് ഇത് ഷേപ്പ്. ഈ ഒരു ബാത്റൂമാണ്. ഇവിടെ ഇതില് ഒരു വാഷ് ബേസ്. ഈ ബെഡ്റൂമിന്റെ ഡോറിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇത് ഫ്രെയിമിൽ വന്നിട്ട് ഇവിടെ ഇനി വർക്ക് കുറെ ബാലൻസ്. കബോർഡ് വർക്ക് മാത്രമേ ഉള്ളൂ. മുകളിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ? അവിടെ നല്ലൊരു ഹൈലൈറ്റ് ഒരു ലൈറ്റ് ചെയ്യാറുണ്ട്. ഗ്ലാസോ? ഗ്ലാസ് മിറർ വരാനുണ്ട്. ലൈറ്റ് വരാണ്ടല്ലേ? ഇത് 402 ആണ്. 4 മീറ്ററും 330. രണ്ട് സൈഡിലും വിൻഡോസും കൊടുത്തിട്ടുണ്ടല്ലേ? അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ കൊടുത്തിട്ടല്ലേ? ബാത്റൂമിന്റെ സൈസ് ഒക്കെ എത്ര വരുന്നുണ്ടാവും ഏകദേശം? ഇത് 2x150. അത്യാവശ്യം ലെങ്ത്തുള്ള ഫുൾ ലൈറ്റ് ആണല്ലേ? പിന്നെ താഴെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രെയിമിൽ കരുവാകി. പിന്നെ തേക്കിന്റെ ഡോർ. എന്ത് ഫ്രെയിം? എന്ത് കരിവാക? പോളിഷ് വർക്ക്. ചില സ്ഥലത്ത് കുന്നിവാക എന്ന് പറയും, ചില സ്ഥലത്ത് കരുവാക എന്ന് പറയും. ഇനി പോളിഷ് വർക്ക് കംപ്ലീറ്റ് ആവണ്ടേ? ചില്ലർ മാത്രമായിട്ടുണ്ട്. ഈ റൂമിന്റെ സൈസ് കുറച്ച് കുറവാണ്. ചെറിയൊരു അത്യാവശ്യം സൗകര്യം. ബാത്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം എത്ര സൈസ് വരും? ഇത് 185 വരും.
ഇത് ബാത്റൂമിന്റെ സെറന്റെ ക്ലോസറ്റാ. അതെ സാർ. സെറപ്പ് എന്ത് റേറ്റ് വരുന്നുണ്ട്? അത് 8,500 വരും. 8,500. പിന്നെ നമുക്ക് ഗ്രൗണ്ടിൽ കിച്ചൺ കിച്ചന്റെ ഡോറും ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഫുള്ള് മരത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ്. കിച്ചന്റെ വർക്ക് ചെയ്യാം. കിച്ചൺ വർക്ക് ചെയ്യും. ഇതിന്റെയൊക്കെ വർക്ക് കബോർഡ് വർക്കുകളുണ്ട്. വർക്ക് ചെയ്യണ്ടല്ലോ, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കബോർഡ് വർക്ക് ബാലൻസ് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്ത് മാത്രം കോട്ടയിൽ ഒരു മാറ്റ് ഫിനിഷ് 4x2 താഴെ വർക്ക് ഏരിയയിൽ അടുപ്പ്, ഗ്യാസ് സ്റ്റവ്, സിങ്ക് അല്ലേ. നല്ലൊരു വലിയ സിംഗിൾ ചെയ്തിട്ടുണ്ട്. വെനീഷ്യൻ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ സ്ക്വയർ ഫീറ്റ് 1280 അല്ലേ. ഫസ്റ്റ് ഫ്ലോർ സ്ക്വയർ ഫീറ്റ് 560. ടോട്ടൽ 1800. ഇനി ഈ ഹാൻഡ് റെയിൽ ഇതൊക്കെ കൂടി ഏകദേശം എത്ര ബഡ്ജറ്റിൽ നിൽക്കും? ഒരു 30 റേറ്റ് അപ്പൊ ഈ പ്ലാനില് ഇന്റീരിയർ ഒക്കെ ഫിനിഷ് ആയി കഴിഞ്ഞാൽ 28-29 ഒതുങ്ങൂല്ലേ? ഇന്റീരിയർ ഒരു 30 ആവും. 30 അടുത്തോ? കോമ്പൗണ്ട് എല്ലാം ചെയ്യും. ഇവിടെ സെയിം ബാത്റൂം സെയിം അല്ല? ഇതൊരു ചെറിയ സൈസാണ്. അതിപ്പോ നമുക്കിപ്പോ ആൾക്കാർക്ക് ഒരു ക്ലൈന്റ് ചോദിക്കാനാണെങ്കിൽ നമ്മളത് മെറ്റീരിയൽ ബേസ് ചെയ്തിരിക്കും. നല്ലൊരു ആക്സസ് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര സ്ക്വയർ ഫീറ്റ്? സ്ക്വയർ ഫീറ്റ് 1,850 പിന്നെ അതിനനുസരിച്ചിട്ട് മെറ്റീരിയൽസ് എന്തൊക്കെ മാറുമ്പോൾ ചെറിയ വ്യത്യാസം. അപ്പോ ഇതാണ് വീടിന്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ റിൻഷാദാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. കമ്പനിയുടെ പേര് ഡിസൈൻസ് ആണ്. പാലക്കാട് മുന്നൂരാണ്. അപ്പോ പാലക്കാട് ഇപ്പൊ നിലവിൽ പാലക്കാട് ഏത് ഭാഗത്തിലാണ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീട് നിർമ്മിച്ചേക്കുന്നത് വീടിന്റെ വർക്ക് മാത്രം 1517 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചേക്കുന്നത് 25 ലക്ഷം രൂപയ്ക്കാണ്. ഇതിന്റെ ഇന്റീരിയർ അതുപോലെ കോമ്പൗണ്ട് വാള് ഗേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഏകദേശം 30 ലക്ഷം രൂപ ഏകദേശം 30 ലക്ഷം രൂപയാണ് ആവാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വർക്ക് നോക്കിയേക്കാം. അപ്പൊ റിൻഷാദിന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ റിൻഷാദിനെ കോൺടാക്ട് ചെയ്യാം. ഒപ്പം തന്നെ ഈ വീടിന്റെ പ്ലാൻ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.